ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മളെ സെക്കൻഡ് ഡേ ഇൻ പട്ടായയാണ്. ഇന്ന് നമ്മൾ റൂം ചെക്ക് ഔട്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുത്തെ പട്ടായയിലെ ബിഗ് ബുദ്ധ ടെമ്പിളിൽ ഒന്ന് പോകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് ബാങ്കോക്കിലേക്കാണ്. അപ്പൊ നമ്മളെ പ്ലാൻ ഇപ്പൊ ബാങ്കോക്കിൽ ഗ്രാൻഡ് പാലസ് ഒക്കെ കാണാനാണ്. പിന്നെ ഗ്രാൻഡ് പാലസ്, വാട്ടറും അതൊക്കെയാണ് നമ്മൾ ഇപ്പൊ പ്ലാനിലുള്ളത്. അപ്പൊ നോക്കാം എങ്ങനെയിരിക്കും. നമുക്ക് വീഡിയോയില് കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരാം എങ്ങനെയുണ്ട്. പട്ടായ അടിപൊളിയായിരുന്നു. ഇന്നലെ നമ്മൾ രാത്രി വാക്കിംഗ് സ്ട്രീറ്റിലൊക്കെ പോയി. പക്ഷെ വൈബ് കുറച്ച് കുറവായിരുന്നു. മേ ബി വീക്കെൻഡ് അല്ലാത്തത് കൊണ്ടായിരിക്കും. ക്രൗഡ് അത്ര ഇല്ലായിരുന്നു. നമുക്ക് നോക്കാം ബാക്കി സ്ഥലങ്ങൾ എങ്ങനെയായിരിക്കും. നമ്മൾ ഫുക്കറ്റിലെ പട്ടോങ് ബീച്ചിലൊക്കെ പോകുന്നുണ്ട്. സെയിം വൈബ് കിട്ടുന്ന പറയുന്നത്. ഫുക്കറ്റിലല്ലോ, ബാങ്കോക്കില്ല, പട്ടോങ് ബീച്ച് ഫുക്കറ്റില. ഓക്കെ, സോ ഇതാണ് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ ബാങ്കോക്കിലേക്ക്. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ബുക്കിങ്ങിന്റെ കൂടെ ആഡഡ് ആയിരുന്നു. അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തത്. കാരണം അതിനായിട്ട് ഇനി വേറൊരു സ്ഥലം കണ്ടുപിടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഇവിടെയാണെങ്കിൽ കുറേ വെറൈറ്റീസ് ഉണ്ട്. അപ്പം ആളും ആദ്യം തന്നെ ഓരോ സാധനങ്ങളായിട്ട് എടുക്കാൻ തുടങ്ങി. ചിലതിനൊക്കെ ലൈവ് കൗണ്ടേഴ്സ് വരെ ഉണ്ടായിരുന്നു. ഞാൻ എന്തായാലും എന്തൊക്കെ ഐറ്റംസ് ഉള്ളതെന്ന് ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അതായത് കൂടുതലും എന്താ പറയാ, നമ്മുടെ സ്റ്റൈൽ ബ്രേക്ക്ഫാസ്റ്റുകൾ ഇവിടെ കുറവാണ്. ഇംഗ്ലീഷ് സ്റ്റൈൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കൂടുതലും ഉള്ളത്. പക്ഷെ എന്നിട്ടും ചില സ്ഥലത്ത് കുറച്ച് റൈസ് ഒക്കെ ഞാൻ കണ്ടിരുന്നു. അവരൊക്കെ വിചാരിക്കും നമ്മൾ റൈസ് ഒക്കെ കഴിക്കുന്നതായിരിക്കും. പിന്നെ ഇതേപോലെ തന്നെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിൽ നൂഡിൽസ്, നല്ല ബുൾസൈ ഉണ്ടായിരുന്നു. പിന്നെ ബ്രെഡ്, അങ്ങനത്തെ കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു. ബ്രെഡിന്റെ വെറൈറ്റികൾ, കുറെ ടൈപ്പ് സാലഡ്സ് ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ കഴിക്കുന്നതിനെക്കാട്ട് ആവേശം എന്തൊക്കെ ഉണ്ട് നോക്കാനായിരുന്നു. ഞാനാണെങ്കിൽ എല്ലാം തുറന്നു നോക്കി. കുറെയൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു, അതൊക്കെ തുറന്നു നോക്കി. പലതരം സോസേജ്, അതൊക്കെ നമ്മൾ സാധാരണ കഴിക്കാത്തതാണ്. അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ കോഫി, ചായ, ജ്യൂസ് അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളും കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തു. ഇനി നമ്മൾ കഴിക്കാൻ തുടങ്ങി എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. അതിൽ മാളുവാണ് പറ്റിച്ചത്. കാരണം പല വെറൈറ്റി ഉണ്ടായിട്ടും മാളും അവൾക്ക് കഴിക്കാൻ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് നോർമലി ബ്രെഡും ജാമും ബട്ടർ ഇതൊക്കെ എടുത്തത്. ഞാനാണെങ്കിൽ അവിടെ കിട്ടുന്ന നൂഡിൽസ്, ബുൾസെ, പലതരം ജ്യൂസ് ഇതൊക്കെ എടുത്തിരുന്നു. എന്തായാലും ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ പോലും ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടമായിട്ടില്ല, മോശമായിരുന്നു, അങ്ങനെ ഒരാൾ പോലും പറഞ്ഞില്ല. ഇതാ മാളു ഇതാ ഞാൻ പറഞ്ഞ പോലെ ഇരുന്ന് ബ്രെഡും ജാമും കഴിക്കുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ അവിടെ കണ്ട ഒരു കാര്യമാണ് കുറച്ച് വെറൈറ്റി പുഡിങ്ങുകൾ. അതിലൊന്ന് മാളും എടുത്തിട്ടുണ്ട്. ഒരു വൈറ്റ് കളർ, അതിന്റെ മേലെ റെഡ് അല്ലെങ്കിൽ മഞ്ഞ കളറിലൊക്കെ ഉള്ള ഒരു എന്താ പറയാ, അതൊരു കോമ്പിനേഷൻ ആണ് അതിൻ്റെത്. പുഡിങ് തന്നെയാന്ന് തോന്നുന്നു. മാളു ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല രസമുണ്ടെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ അത് ട്രൈ ചെയ്യാൻ നിന്നിട്ടില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പെട്ടെന്ന് കഴിച്ച് നമ്മൾ പെട്ടെന്ന് ഇറങ്ങാന്ന് വിചാരിച്ചു. കാരണം നമുക്ക് ഓൾമോസ്റ്റ് 3 hours ജേണി ഉണ്ട്. കാരണം നമ്മൾ പട്ടായന്ന് ബാങ്കോക്കിലേക്ക് പോകണം. അപ്പൊ നമ്മൾ അങ്ങനെ പെട്ടെന്ന് തന്നെ ഇറങ്ങി. ഇത് നമ്മൾ ഇന്നലെ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് പോകുന്ന വഴിക്ക് കണ്ടൊരു ടെമ്പിളോ ചർച്ചോ എന്തോ ആണ്. പക്ഷെ നല്ലൊരു സ്ട്രക്ചർ. നമ്മൾ ഇതിന്റെ അകത്തൊന്നും കയറിയില്ല, എന്താണെന്നറിയില്ല. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും വണ്ടി എടുത്ത് വിട്ടു. പിന്നെ നമ്മൾ കണ്ട ഒരു ടൗൺ എന്ന് വെച്ചാൽ, കാണുമ്പോൾ ശരിക്കും നമ്മളെ നാട്ടിലൊക്കെ ഉള്ള ഒരു ടൗൺ പോലെ തോന്നി. എനിക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ തലശ്ശേരി ടൗണിൽ കൂടെയൊക്കെ പോകുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. നോർമലി വണ്ടികളും ചെറിയ റോഡുകളും അതുപോലെ തന്നെ നിറയെ ഷോപ്പുകളും. പക്ഷെ ബാങ്കോക്കിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ ഒരു സ്ഥലം കൂടി വിസിറ്റ് ചെയ്യാൻ. നമുക്ക് ഇന്നലെ ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പോവാതിരുന്നതാണ്. അത് ബിഗ് ബുദ്ധ ടെമ്പിൾ ആണ്. അപ്പൊ നമ്മൾ ആദ്യം നേരം അവിടെ പോയിട്ടാണ് നമ്മൾ ബാങ്കോക്കിലേക്ക് പോകുന്നത്. ബിഗ് ബുദ്ധ ടെമ്പിളിന്റെ അടുത്ത് എത്താൻ നമ്മൾക്ക് റോഡൊക്കെ കുറച്ച് മാറി. നമ്മൾ വയനാട്ടിലൊക്കെ പോയി ചുരമൊക്കെ കയറുന്ന പോലെ റോഡ്. എനിക്ക് തോന്നുന്ന ഒരു മലയുടെ ഒക്കെ മുകളിലാന്ന് തോന്നുന്നു ഈ ടെമ്പിള്. നല്ല ചുരമായിരുന്നു, നല്ല വണ്ടി കയറി പോകാനുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഏകദേശം അതിന്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. ഇതിന്റെ അടുത്ത് തന്നെ പാർക്കിംഗ് ഉണ്ട്. വലിയ വണ്ടികൾക്കൊക്കെ ദൂരെ വെക്കണം. നമുക്ക് ചെറിയ കാറൊക്കെയാണ് നമുക്ക് അടുത്ത് വരെ പോകാൻ കഴിയും. അങ്ങനെ ഫൈനലി നമ്മൾ വണ്ടിയൊക്കെ വെച്ച് അതിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ബിഗ് ബുദ്ധ. അപ്പോ ഇതിന്റെ മേളിലേക്ക് കയറി പോണം. അപ്പൊ അതിന് മുന്നേ ഏതായാലും നമ്മൾ മാളു ഇതിനൊരു ഇൻട്രോ ഷൂട്ട് ചെയ്യും. നമുക്ക് അതെന്തായാലും കാണാം ആദ്യം. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ബിഗ് ബുദ്ധ ടെമ്പിളിൻ്റെ അകത്തുള്ളത്. ഇവിടുത്തെ എൻട്രി ഒക്കെ ഫ്രീ ആണ്, പ്രൈസ് ഒന്നുമില്ല. അപ്പോൾ അതാണ് നമ്മൾ കാണാൻ പോണ ബുദ്ധ. ഇത്ര സ്റ്റെപ്സ് കയറി അങ്ങോട്ടേക്ക് പോകണം. പിന്നെ കുറച്ച് റൂൾസ് ഉള്ളത്, സ്ലീവ്ലെസ്സും ഷോർട്ട്സും ആയിട്ടുള്ള ഡ്രസ്സസ് അലൗഡ് അല്ല. അതുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ താഴെ പാൻറ് വന്നിട്ട് വേണ്ടി വരും. ഇല്ല ഇവിടുന്ന് ഷോൾ പോലത്തെ സാധനം നമ്മൾ വാങ്ങേണ്ടി വരും. അപ്പോൾ തായ്ലൻഡിൽ മോസ്റ്റ്ലി നമുക്ക് ബുദ്ധൻ്റെ ടെമ്പിൾസ് തന്നെയാണ് കാണാൻ പറ്റുന്നത്. നല്ലുണ്ട് ഈ ടെമ്പിൾ. നമ്മൾ ആ ഇട്ടിമാണി സിനിമയിൽ അവരിങ്ങനെ കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് എൻട്രി ഒക്കെ ഫ്രീ അല്ലേ? ആ, ഫ്രീ ആണ്. അപ്പൊ നമ്മളിങ്ങനെ സ്റ്റെപ്പുകൾ കയറിക്കൊണ്ട് നിൽക്കുന്നതാണ്. കുറച്ചുണ്ട് സ്റ്റെപ്പുകൾ കയറാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ കാണിച്ചു കാണിച്ചിട്ടാ എത്രയും സ്റ്റെപ്സ് കയറിയിട്ട് മുകളിലെത്തണം. മഴ ഓടുന്നുണ്ട്. അങ്ങനെ ഓടിക്കയറുന്നുണ്ട്. ആദ്യം വലിയ ആവേശത്തിൽ ഓടിക്കയറിയാന്ന്.
കുറച്ച് കഴിയുമ്പോഴേക്ക് ഓട്ടം മെല്ലെ നിന്നു. കാരണം കുറച്ച് സ്റ്റെപ്സുകൾ ഉണ്ടല്ലോ. പിന്നെ സാവധാനം ആളും നടന്നു കയറാൻ തുടങ്ങി. അങ്ങനെ ഫൈനലി നമ്മൾ കയറി ടെമ്പിളിന്റെ ഏറ്റവും ടോപ്പിലെത്തി. അവിടെ കണ്ടൊരു കാര്യമാണ്, ഇത് കണ്ടോ? അതായത് ഈ കാണുന്നതൊക്കെ ഒറിജിനൽ കറൻസിയാണ്. അവിടെയുള്ള കറൻസി ഒരു നമ്മുടെ നാട്ടിൽ എന്താ പറയുക, ഒരു ശൂലം പോലത്തെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇവിടെയുള്ള വല്ല വഴിപാടുകളായിരിക്കും, എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ചുറ്റിലുമായിട്ട് ഈ വലിയ ബുദ്ധന്റെ പ്രതിമയല്ലാതെ വേറെയും കുറെ ചെറിയ ചെറിയ ബുദ്ധന്റെ പ്രതിമകൾ ഉണ്ടായിരുന്നു. ഇവിടെ അതേപോലെ കുറെ ആൾക്കാർ വന്നിട്ട് ഓരോ വഴിപാടുകൾ കഴിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചില ആൾക്കാർ ഇവിടെ എന്താ പറയാ ചന്ദനത്തിരിയൊക്കെ കത്തിക്കുന്നത് കാണുന്നുണ്ട്. ഇവിടെ അത് ചന്ദനത്തിരി എന്നാണോ പറയാന്നറിയില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ബുദ്ധൻ കിടന്നിട്ടുള്ള രൂപത്തിൽ ഒരു റിക്ലൈനിങ് ബുദ്ധ, അതിന്റെ ഒരു രൂപം ഉണ്ടായിരുന്നു. പിന്നെ വേറെയും ചെറിയ ചെറിയ പ്രതിമകളൊക്കെ ഉണ്ട്. ഇത് ആരൊക്കെയാന്ന് എന്താണെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ എന്തായാലും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. എല്ലാം ഒരു ഗോൾഡൻ കളറിലാണ് ഇവർ ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നല്ല ഹൈറ്റിലാണ് ഉള്ളതെന്നുള്ളത് നമുക്ക് ഇതിന്റെ പുറകിൽ വന്നാൽ മനസ്സിലാവും. ദൂരെയുള്ള കടൽ വരെ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നുണ്ട്. കടൽ മാത്രമല്ല, ആ ഭാഗത്തുള്ള കംപ്ലീറ്റ് ബിൽഡിങ്ങും നല്ല അടിപൊളി ഒരു വ്യൂ ഇതിന്റെ എൻഡിൽ വന്നു നിന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഇവിടെയുള്ള ഒരു കല്ലിന്റെ അകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാൽപാദമാണ് ഇവിടെ കൊത്തുപണി ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. കാരണം ഒരു 5 പേരിൽ അങ്ങനെയൊക്കെ നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്. ആരെ കാൽപാദമായിട്ടാണ് ഇവരിത് പറഞ്ഞിട്ടുള്ളതെന്ന് അറിയില്ല. ഇപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ വ്യൂ. കംപ്ലീറ്റ് വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. കംപ്ലീറ്റ് ആ സിറ്റിയും ബിൽഡിങ്സും ദൂരെയുള്ള കടലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതല്ലാതെ ഇവിടെ കുറച്ച് വേറെയും ചെറിയ പ്രതിമകളൊക്കെ ഉണ്ട്. അതിന്റെ താഴെ ഓരോ ദിവസത്തിന്റെ ഒക്കെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. മൺഡേ, സൺഡേ, അങ്ങനെ ഓരോ ഇത് എങ്ങനെയാന്ന് റെപ്രസെന്റ് ചെയ്യുന്നൊന്നും അറിയില്ല. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഇവിടെ നോക്കുമ്പോൾ കുറച്ച് ഷോപ്സ് ഉണ്ട്. അതായത് നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടുന്ന, വീട്ടിലേക്ക് വാങ്ങാൻ പറ്റുന്ന ഷോപ്പ് പീസുകൾ വെക്കുന്ന അതുണ്ട്. പിന്നെ വഴിപാട് കൗണ്ടറുകൾ തന്നെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെയുണ്ട്. അതുപോലെ ഇവിടെ കാണാനിടയായ വേറൊരു സാധനം, ഈ വെള്ളത്തിന്റെ മുകളിൽ ഇങ്ങനെ ഒരു ഇതൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ഇവിടെയുള്ള വഴിപാടായിരിക്കും തോന്നുന്നു. എന്തായാലും നമ്മൾ അധിക സമയം ഇവിടെ നിന്നില്ല. കാരണം നമുക്കിനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാങ്കോക്കിലേക്ക് പോകേണ്ടതാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ഇവിടുന്ന് ഇനി വീണ്ടും ബാങ്കോക്കിലേക്ക് യാത്ര പുറപ്പെടാൻ പോകുന്നതാണ്. ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 മണിക്കൂർ ഓട്ടം ഉണ്ട്. നല്ല അടിപൊളി റോഡാണ്. അതുകൊണ്ട് അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ചെറിയ ട്രാഫിക് ബ്ലോക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഏകദേശം 3 മണിക്കൂർ ഡ്രൈവിന് ശേഷം നമ്മൾ ബാങ്കോക്ക് സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ പോകുന്നത് ഗ്രാൻഡ് പാലസ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഏകദേശം ഗ്രാൻഡ് പാലസിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും വണ്ടി വെച്ചിട്ട് വേണം നമുക്ക് ഇതിന്റെ അകത്തേക്ക് പോകാൻ. വണ്ടിയൊക്കെ വെച്ച് വന്ന് നമ്മൾ ഇതിന്റെ അകത്തേക്ക് പോകാൻ നോക്കുമ്പോൾ റോഡൊന്നും നമുക്ക് ഡയറക്റ്റ് ക്രോസ് ചെയ്യാൻ കഴിയില്ല. ഇവിടെയൊക്കെ മുഴുവനായിട്ടും അണ്ടർപാസ് ആണ്. അപ്പൊ നമ്മൾ അതിന്റെ എൻട്രീന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇതിന്റെ അകത്തേക്ക് ഇറങ്ങി നോക്കിയുള്ള കാഴ്ച ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു റോഡിന്റെ അടിയിൽ എന്തൊക്കെയാ ഉള്ളതെന്നുള്ളത് ഞാൻ തന്നെ കുറച്ച് കണ്ടപ്പോൾ ശരിക്കും ഒന്ന് അതിശയായി. കാരണം നമ്മുടെ നാട്ടിലുള്ള അണ്ടർപാസ് ഒന്നും ഇതുപോലെയല്ല. അപ്പൊ ഇതിന്റെ അകത്തുള്ള കാഴ്ച ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പൊ ഈ കാണുന്നതാണ് അണ്ടർപാസ്. അപ്പൊ എങ്ങനെയുണ്ട്? അപ്പൊ ഇതിലങ്ങ് ദൂരെ കാണുന്ന ഒരു എസ്കലേറ്റർ ഇല്ലേ, അതാണ് നമ്മൾ ഇറങ്ങി വന്ന വഴി. അതുവഴി ഇറങ്ങി വരിക. ഇവിടെ വലിയൊരു ഹോളാണ്. ഇവിടെ ഈ റെസ്റ്റ് എടുക്കാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഇതിന്റെ അകത്ത് വാഷ്റൂം ഉണ്ട്. അതുപോലെ നമുക്ക് വേറൊരു പുറത്തേക്കുള്ള വേറൊരു എസ്കലേറ്റർ ഉണ്ട്. അതുവഴി നമുക്ക് മുകളിലേക്ക് കയറി പോവാം. കുറെ ആൾക്കാർ ഇവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. എന്തായാലും സംഭവം അടിപൊളി. അപ്പൊ നമ്മൾ അവിടുന്ന് കുറച്ച് സമയം അവിടെ ഇരുന്ന് പിന്നെ നമ്മൾ മുകളിലേക്ക് കയറി. ഇനി നമുക്ക് ഗ്രാൻഡ് പാലസിന്റെ അകത്തേക്ക് കയറണം. എന്നിട്ട് കാണിച്ചു തരാം എങ്ങനെയുണ്ട് എന്നുള്ളത്. നല്ല അടിപൊളിയായിരുന്നു ഗ്രാൻഡ് പാലസ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗ്രാൻഡ് പാലസിന്റെ ടിക്കറ്റ് നമ്മൾ ഇവിടെ വന്നിട്ടാണ് എടുത്തത്. ഇതിന്റെ അകത്താണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മൾ നടന്നു പോകുന്നത്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇവിടെ കുറേ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്പോട്ടാണിത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇവരുടെ തായ് കോസ്റ്റ്യൂമിലൊക്കെ ഡ്രസ്സൊക്കെ ചെയ്ത് ഫോട്ടോസ് ഒക്കെ എടുക്കാം. അത് ഇതുപോലെ നമ്മൾ സാഞ്ചുറി ഓഫ് ട്രൂത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നമുക്കത് കാണിച്ചു തരാനൊന്നും കഴിഞ്ഞില്ല. അപ്പൊ ഇവിടെ എന്തായാലും കുറെ ആൾക്കാർ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഈ വീഡിയോ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ വീഡിയോന്റെ ലെങ്ത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇതിന്റെ ബാക്കി കാഴ്ചകൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ അവർ നെക്സ്റ്റ് വീഡിയോ.